Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്ത BCom ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ചെയ്താണ് ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ ആയുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു. ഹൈപ്പർ ഈസി പേപ്പർ എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും കംഫർട്ടബിൾ പേപ്പർ തന്നെയായിരുന്നു. സോ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം റിവ്യൂയിലോട്ട് പോകാം. സോ ഇതാണ് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ ബിസിനസ് മാനേജ്മെൻറ്റ് പാർട്ട് എയിൽ 15 ചോദ്യങ്ങൾ, നമ്മൾ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. സോ ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ് ആസ് മൾട്ടി ഡിസിപ്ലിനറി? മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് 2 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്, ഞാൻ പ്രതീക്ഷിച്ച റിപ്പീറ്റ് ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചാൽ അതിൽ നിന്ന് തന്നെ 1-2 എണ്ണം കിട്ടും എന്നുള്ളത്. യൂണിറ്റി ഓഫ് കമാൻഡ് വന്നിട്ടുണ്ട്. സ്കാലർ ചെയിൻ അതും പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, റിപ്പീറ്റ് അല്ല. ദെൻ സ്ട്രാറ്റജിക് പ്ലാൻസ് എന്താണ്? പ്ലാനിങ്ങിൽ നമുക്ക് എന്താണ് ഉള്ള ടോപ്പിക്കാണ്, ഈസിയാണ്. പോളിസി ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്, റിപ്പീറ്റ് അല്ല. ദെൻ ലൈൻ ഓർഗനൈസേഷൻ നോക്കാൻ പറഞ്ഞാണ്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്? ഡിഫൈൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ജനറൽ ഡെലഗേഷൻ, ഡെലഗേഷൻ നോക്കാൻ പറഞ്ഞാണ്. മാൻ പവർ പ്ലാനിങ് എന്താണ്? ദെൻ ബ്രേക്ക് ഈവൺ അനാലിസിസ്, ഈസിയാണത്. ദെൻ ബിസിനസ് എത്തിക്സ് നിർബന്ധമായി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CSR നോക്കാൻ പറഞ്ഞാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എയിൽ 15 ചോദ്യങ്ങളിൽ മെജോറിറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിരുന്നു പാർട്ട് എ കേട്ടോ. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 5 മാർക്കിൻ്റെ അതിൽ ആദ്യത്തെ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, ബേസിക്സ് ആണ്. മെജോറിറ്റി കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. ദെൻ എംപെരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ് 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളത്. റിപ്പീറ്റ് ചോദ്യമല്ല. ദെൻ ഫീച്ചേഴ്സ് ഓഫ് MBO ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം മാറി മാറി വരുന്നതാണ്. സോ വന്നിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ 2 മാർക്കിനും വന്നു, 5 മാർക്കിനും വന്നു. ദെൻ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, വന്നിട്ടുണ്ട്. ദെൻ CSRൻ്റെ പ്രിൻസിപ്പിളാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് ബി എന്താ പറയുക, വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി എസ്സേയിലോട്ട് പോണ സമയത്ത് എന്തായാലും ബിസിനസ് എത്തിക്സിൻ്റെ ഒരു എസ്സേ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ നമ്പർ 5 നിന്നാണ് ഞാൻ പിന്നെ എസ്സേ എന്തായാലും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവർ ചോദിച്ച രീതി എന്ന് പറയുന്നത് നമ്മൾ 2 മാർക്കിൻ്റെയിലോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയിലോ ഒക്കെ പ്രതീക്ഷിച്ച ടോപ്പിക്ക് എസ്സേ ഇട്ടിരിക്കുകയാണ്. അതാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം എസ്സേ ആയിട്ട്. അതിൽ മോട്ടിവേഷൻ തിയറി, XY തിയറി മാത്രം എടുത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എസ്സേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. സോ ആദ്യത്തെ നോക്കിയേ, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ മെഗ്രഗേഴ്സ് തിയറി X and Y. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, അത് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചതാണ്, പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. തിയറീസ് ഓഫ് എത്തിക്സോ ബിസിനസ് എത്തിക്സോ വരും. ബിസിനസ് എത്തിക്സ് വരാണെങ്കിൽ എഴുതിക്കോളോ, ഈസിയാണെന്നുള്ളത്. ദെൻ മൊഡ്യൂൾ നമ്പർ 5 നിന്ന് വാട്ട് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതിൻ്റെ 8 പ്രൈമറി എലമെൻറ്റ്സ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാനത് 2 മാർക്കിൽ തന്നെ ടിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എസ്സേക്ക് അവരിടും എന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫിഷ് ബോൺ ഡയഗ്രാം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. വാട്ട് ഈസ് ഫിഷ് ബോൺ ഡയഗ്രാം, അതിൻ്റെ പ്രോസസ്സ്, അത് ഈസിയാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ എസ്സേ പാർട്ടിൽ 4 ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്ന തന്നെയാണ്. പ്രതീക്ഷിച്ച ചോദ്യം എത്തിക്സിൻ്റെയും പിന്നെ മോട്ടിവേഷനും വന്നിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ നമ്പർ 5 നിന്ന് നമ്മൾ എസ്സേക്ക് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, 2-5 മാർക്കിന് പ്രതീക്ഷിച്ചത് എസ്സേക്ക് അവർ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിസിനസ് മാനേജ്മെൻറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, പിന്നെ നമ്മൾ
എക്സാം റിലേറ്റഡ് സ്പെഷ്യൽ ലൈവ്. അത് മൺഡേ ആണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പോൾ സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ 2 ദിവസം മുമ്പ് നമ്മൾ വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.